നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണക്ക് മികച്ച വിജയം. ലാവോസിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കി, ഇൽക്കൈ ഗുണ്ടോഗൻ, വിക്ടർ റോക്ക് എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. റോക്കിന്റെ കാര്യം ഒരു തിരി കഷ്ടമാണ്. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന് 4 മിനിറ്റിനുള്ളിൽ ടീമിനായിട്ട് ഗോൾ അടിച്ചു. കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന് 1 മിനിറ്റിനകം ഗോൾ അടിച്ചിരുന്നു. ഇപ്പോൾ 4 മിനിറ്റിനകം അദ്ദേഹത്തിന്റെ ഗോൾ വന്നു. പക്ഷെ അധികം വൈകാതെ 2 യെല്ലോ കാർഡുകൾ കണ്ട് റെഡ് കാർഡായിട്ട് താരത്തിന് കളിക്കളം വിടേണ്ടി വന്നു. വലിയ വിവാദം ആ റെഡ് കാർഡുമായി ബന്ധപ്പെട്ടുണ്ട്. രണ്ടാമത്തെ ഫൗൾ ഒരിക്കലും യെല്ലോ കൊടുക്കാനുണ്ടായിരുന്നില്ല, സെക്കൻഡ് യെല്ലോ ഉണ്ടായിരുന്നില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റഫറിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മത്സരം 1-3 FC ബാഴ്സലോണ വിജയിച്ചു. അലാവസിന്റെ മൈതാനത്ത് ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കാനിറങ്ങിയത് റോബർട്ട് ലെവൻഡോസ്കിയും പെഡ്രിയും യമാലും ഒക്കെ ഒരുമിച്ചാണ്. കളിയുടെ 22ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ FC ബാഴ്സലോണ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 49ാമത്തെ മിനിറ്റിൽ ഇൽക്കൈ ഗുണ്ടോഗന്റെ ഗോൾ വന്നതോടെ 2 ഗോളിന്റെ ലീഡായി. പക്ഷെ 51ാമത്തെ മിനിറ്റില് ഒമാർ ദിയോണിലൂടെ അലാവസ് ഒരു ഗോൾ മടക്കിയടിച്ചു. ചാവി അതിനെ കുറിച്ച് പറഞ്ഞ താൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു. കാരണം അനാവശ്യമായിട്ട് ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു, അത് തിരിച്ചടിയാവും എന്ന് തനിക്ക് തോന്നിയതാണ്. എന്നാൽ പിന്നീട് 63ാമത്തെ മിനിറ്റില് ബാഴ്സലോണയ്ക്ക് വേണ്ടി വിക്ടർ റോക്ക് ഗോൾ അടിച്ചതോടെ അവർ 2 ഗോളിന്റെ ലീഡ് എന്നുള്ള കുഷ്യൻ വീണ്ടും പുനഃസ്ഥാപിച്ചു. ഒടുവില് 72ാമത്തെ മിനിറ്റിൽ റോക്ക് റെഡ് കാർഡ് കണ്ടു പുറത്തു പോയെങ്കിലും 10 പേരുമായിട്ട് കളിച്ചെങ്കിലും പിന്നീട് ഗോളുകളൊന്നും കൺസീഡ് ചെയ്യാതെ ബാഴ്സലോണ വിജയിച്ചു കയറി 1-3 മികച്ച വിജയം തന്നെ അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പൊ 23 കളികളിൽ നിന്ന് 50 പോയിന്റുമായിട്ട് ബാഴ്സലോണ ലാ ലിഗ ടേബിളിൽ 3ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.